നികുതി സംബന്ധിച്ച നിരവധി സംശയങ്ങളാണ് ഓരോ ആഴ്ചയും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അവയിൽ നിന്ന് തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ടാക്സ് ഗുരുവിലൂടെ മറുപടി നൽകുന്നു. സമാനമായ ചോദ്യങ്ങൾ ക്രോഡീകരിച്ച് അവയ്ക്കുള്ള ഉത്തരവും നൽകാൻ ശ്രമിക്കുന്നുണ്ട്. ടാക്സ് ഗുരുവിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റും നികുതി വിദഗ്ധനുമായ കെ.സി. ജോസഫ് വർഗീസ്. ആദ്യമായി ശ്രീ അനീഷ് ബാംഗ്ലൂരിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാം. ഇന്നത്തെ കാലത്ത് റിയൽ എസ്റ്റേറ്റ് ബൂം ഇപ്പോൾ വളരെയധികം എല്ലാവർക്കും ബാധകമായിരിക്കുന്ന ഒരു സംഗതിയാണ്. അദ്ദേഹം മുംബൈയിൽ അദ്ദേഹത്തിനുള്ള ഫ്ലാറ്റ് കഴിഞ്ഞ 2 വർഷമായിട്ട് ആദായ നികുതി ഇളവ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലാറ്റ് വിറ്റിട്ട് 2008 അവസാനിക്കുന്നതിന് മുൻപായിട്ട് അദ്ദേഹം ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. എന്തെങ്കിലും നികുതി പ്രശ്നങ്ങളുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെറിയ രീതിയിൽ നികുതി പ്രശ്നങ്ങളുണ്ട് എന്ന് മറുപടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ആദായ നികുതി നിയമത്തിലെ വകുപ്പ് 54 പ്രകാരം നാം കഴിഞ്ഞ 3 വർഷമായിട്ട് താമസിക്കാൻ ഉപയോഗിക്കുന്ന, സ്വന്തം താമസത്തിന് ഉപയോഗിക്കുന്ന വീട് അഥവാ ഫ്ലാറ്റ് വിറ്റിട്ട് മറ്റൊരു ഭവനം വാങ്ങുകയോ കൺസ്ട്രക്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് ആദായ നികുതി നിയമത്തിലെ വകുപ്പ് 54 പേര് ആ ക്യാപിറ്റൽ ഗെയിൻസിന് എക്സംഷൻ ഉണ്ട്. അതായത് ക്യാപിറ്റൽ ഗെയിൻസ് മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. എന്നാൽ ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ആദായ നികുതി നിയമത്തിലെ എല്ലാത്തരം എക്സംഷൻസും നൽകിയിരിക്കുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിനാണ്. അപ്പോൾ ഷെയറുകളും സെക്യൂരിറ്റികളും അല്ലാത്ത ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സ്, മൂലധന ആസ്തികളുടെ ഹോൾഡിംഗ് പീരീഡ്, നമ്മൾ മിനിമം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഹോൾഡിംഗ് പീരീഡ് 36 മാസമാണ്. ഈ കേസിൽ 36 മാസം താങ്കൾ ഇത് കൈവശം വെച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇതിൽ നിന്നുണ്ടാകുന്ന ലാഭം ഹ്രസ്വകാല മൂലധന ലാഭം അഥവാ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആയിട്ട് തീരും. അതുകൊണ്ട് കഴിയുന്നതും നികുതി ബാധ്യത ഒഴിവാക്കാൻ 3 വർഷമെങ്കിലും ഈ മുംബൈയിലുള്ള ഫ്ലാറ്റ് കൈവശം വെച്ചതിന് ശേഷം മാത്രം കൈമാറ്റം നടത്തുക. എന്നിട്ട് ബാംഗ്ലൂരിലെ ഫ്ലാറ്റ് വാങ്ങിയാൽ താങ്കൾക്ക് ആദ്യത്തെ ഫ്ലാറ്റ് വിറ്റിൽ നിന്ന് ലഭിക്കുന്ന മൂലധന ലാഭം പൂർണ്ണമായിട്ടും നികുതിമുക്തമായിട്ട് ലഭിക്കും. അടുത്തതായി ശ്രീ ജേക്കബ് സൗദി അറേബ്യയിൽ നിന്ന് എഴുതി ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ 2007 ഡിസംബർ 12 വരെ ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ സൗദി അറേബ്യയിൽ എംപ്ലോയ്മെൻറ്റ് വിസയിൽ ജോലി ചെയ്യുകയാണ്. 2002 വർഷത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദായ നികുതി റിട്ടേൺ ഇവിടെ ഫയൽ ചെയ്യണോ വേണ്ടോ എന്നാണ് ചോദ്യം. പ്രസക്തമായ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരവെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ, അതായത് 2007-2008 സാമ്പത്തിക വർഷത്തിൽ 182 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നതിനാൽ റെസിഡൻ്റാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ആസ്പദമാക്കിയാണ് നമ്മുടെ നികുതി റിട്ടേൺ സമർപ്പിക്കണോ അല്ല നമ്മളുടെ നികുതി ബാധ്യത നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡൻ്റ് ആയതുകൊണ്ട് താങ്കളുടെ മൊത്ത വരുമാനം, അതായത് വകുപ്പ് 80C തുടങ്ങിയ കിഴിവുകൾ അവകാശപ്പെടുന്നതിന് മുൻപുള്ള വരുമാനം 1,10,000 രൂപയിൽ കൂടുതലാണെങ്കിൽ താങ്കൾ തീർച്ചയായിട്ടും 2007-2008 സാമ്പത്തിക വർഷത്തേക്കുള്ള റിട്ടേൺ ഇവിടെ സമർപ്പിക്കാനുള്ള സംവിധാനം ചെയ്യേണ്ടതാണ്. ആലപ്പുഴ നിന്നും ശ്രീ ബിജു ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു വികലാംഗനാണ്. ഫിസിക്കലി ചലഞ്ചഡ് എന്നാണ് നമ്മളിപ്പോൾ അതിന് പറയുന്നത്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്ന് പറയാറില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ലിംബ് വാങ്ങുന്നതിന് വേണ്ടി 1,25,000 രൂപ മുതൽ മുടക്കാൻ ഉദ്ദേശിക്കുന്നു. അതിന് പ്രത്യേകമായിട്ട് ആദായ നികുതി നിയമത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന 50,000 രൂപ, വകുപ്പ് 80U പ്രകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന 50,000 രൂപയിൽ കൂടുതൽ എന്തെങ്കിലും അധിക കിഴിവ് ലഭ്യമാണോ എന്നാണ് ചോദ്യം. ഇല്ല എന്ന് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. കാരണം അത് 50,000 രൂപ, 1 രൂപ പോലും രൂപയെങ്കിലും ചെലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്ന ഒരു കിഴിവാണ്. അതുകൊണ്ട് അതിൽ കൂടുതൽ പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ അധികമായിട്ട് നമുക്ക് അധികമായിട്ട് കിഴിവ് ലഭ്യമല്ല. അതേസമയം താങ്കൾക്ക് ഒരു കാര്യം പരിശോധിക്കാവുന്നതാണ്. താങ്കൾക്ക് സിവിയർ ഡിസബിലിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ കിഴിവ് 50,000 രൂപയിൽ നിന്നും 75,000 രൂപയായിട്ട് വർദ്ധിക്കുന്നതാണ്. ശ്രീ മാത്യു യുയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് NRO അക്കൗണ്ട്, നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ടാക്കി മാറ്റിയാൽ കൂടുതൽ പലിശ ലഭിക്കും, പക്ഷേ അദ്ദേഹം അതിൽ നിന്നും ആദായ നികുതി പിടിക്കും. അങ്ങനെയാണെങ്കിൽ ആ ആദായ നികുതി പിടിച്ച നികുതി തിരിച്ചു കിട്ടാൻ എന്താണ് മാർഗം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നത്തെ നിരക്ക് പ്രകാരം
ഇങ്ങനെയുള്ള ഡെപ്പോസിറ്റുകളിൽ നിന്ന് നമുക്ക് നോൺ റെസിഡൻ്റ് ആയിട്ടുള്ളവരിൽ നിന്ന് 30.6%, അതായത് വിദ്യാഭ്യാസ സെസ്സടക്കം ഉത്ഭവസ്ഥാനത്ത് നിന്ന് നികുതി പിടിക്കും. അത് ഡിക്ലെയർ ചെയ്ത് ഇവിടെ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടും. അല്ലാതെ ഇതിൽ നിന്ന് എക്സംഷനായിട്ട് വകുപ്പ് 197 പ്രകാരം ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ തന്നെ താങ്കൾ സ്ഥലത്തില്ലാത്തതിനാൽ അത് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യുക, പാൻ നമ്പർ എടുക്കുക, റിട്ടേൺ ഫയൽ ചെയ്യുക, റീഫണ്ട് അവകാശപ്പെടുക. ദുബായിൽ നിന്ന് ശ്രീ സന്തോഷ് കോര ചോദിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ഷെയർ ട്രേഡിങ്ങിൽ ആദ്യം കുറേയധികം ഹ്രസ്വകാല ഷോർട്ട് ടേം ലോസ് ഉണ്ടായി. പിന്നീടുള്ള പീരീഡിൽ കുറച്ച് ലാഭമുണ്ടായി. അപ്പോൾ ലാഭമുണ്ടായപ്പോൾ അതിൽ നിന്ന് 11.22% വെച്ച് ഇൻകം ടാക്സ് പിടിച്ചിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടാൻ എന്താണ് മാർഗമെന്നാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യം. ഒരു വർഷത്തിൽ മൂലധന നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അടുത്ത വർഷത്തെ ലാഭമായിട്ട് തട്ടിക്കഴിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ്. രണ്ടിനും മാർഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം റിട്ടേൺ സമർപ്പിക്കുക എന്നത് തന്നെയാണ്. അത് ഒരേ കൊല്ലം ഉണ്ടായിട്ടുള്ള ഹ്രസ്വകാല ലാഭങ്ങളും നഷ്ടങ്ങളും ലാഭങ്ങളുമായി തട്ടിക്കഴിച്ച് നെറ്റ് ചെയ്തിട്ട് അതിന് മാത്രം ടാക്സ് ലയബിലിറ്റി കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. അങ്ങനെ വരുമ്പോൾ കണക്ക് കൂട്ടുമ്പോൾ കൂടുതൽ ടാക്സ് സ്രോതസ്സിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് റീഫണ്ട് കിട്ടും, പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യുക. ഇനി ഒരു കൊല്ലം ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നമ്മൾ അടുത്ത കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ലാഭങ്ങളുമായിട്ട് തട്ടിക്കഴിക്കണമെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യണം. നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അടുത്ത കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് തട്ടിക്കഴിക്കാവുന്നതാണ്. അന്നും ഇതുപോലെ എന്തെങ്കിലും റീഫണ്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് അവകാശപ്പെടാവുന്നതാണ്. ഒറ്റ കാര്യം മാത്രം, സമയത്തിന് റിട്ടേൺ സമർപ്പിക്കുക. പാൻ കാർഡ് നിർബന്ധമാണ്. 2008 മെയ് 30 കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം കേന്ദ്ര വിൽപ്പന നികുതി നിരക്ക് നിലവിലുള്ള 3% നിന്നും 2% കുറവ് ചെയ്തിട്ടുണ്ട്. ഇനി കമ്പോള അവലോകനം തൃശ്ശൂരിൽ നിന്ന് നിഖിൽ ഡേവിസ് തയ്യാറാക്കിയത്. കഴിഞ്ഞ വാരം റബ്ബർ വില താഴോട്ട് കുതിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഈ ആഴ്ചയുടെ അവസാനം റബ്ബർ വില അല്പം ഉയർന്നിരിക്കുന്നു. ഇനിയും റബ്ബർ വില അല്പം വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യതയെന്ന് വിപണി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. റബ്ബർ RSS 4-ന് തിങ്കളാഴ്ച 124 രൂപയായിരുന്നു നിരക്ക്. വാരാന്ത്യത്തിൽ അത് 127 രൂപയായി. 3 രൂപയുടെ വർധനയാണ് ഒരാഴ്ചയ്ക്കിടെ റബ്ബർ RSS 4-നുണ്ടായത്. തരംതിരിക്കാത്തതിൻ്റെ വിലയും അല്പം വർദ്ധിച്ചിരിക്കുകയാണ്. 114 രൂപയായിരുന്നു തരംതിരിക്കാത്തതിന് തിങ്കളാഴ്ച വിപണി ആരംഭിക്കുമ്പോണ്ടായിരുന്ന നിരക്ക്. പിന്നീട് അത് 116 രൂപയായി വർദ്ധിച്ചു. അതേസമയം ഒട്ടുപാലിൻ്റെ വില മാറ്റമില്ലാതെ തുടർന്നു. 88 രൂപയാണ് ഒട്ടുപാലിൻ്റെ നിരക്ക്. വരും ദിവസങ്ങളിൽ റബ്ബർ വില അല്പം വർദ്ധിക്കുമെന്ന് തന്നെയാണ് വിപണി വൃത്തങ്ങളുടെ പ്രതീക്ഷ. അതേസമയം മലഞ്ചരക്ക് വിപണി പൊതുവെ സ്റ്റഡിയായിരുന്നു. കുരുമുളകിന് 138 രൂപയാണ് നിരക്ക്. ഏലത്തിൻ്റെയും ഗ്രാമ്പുവിൻ്റെയും വിലയിൽ മാറ്റമില്ല. ഏലത്തിന് 575 മുതൽ 500 രൂപ വരെയാണ് നിരക്ക്. ഗ്രാമ്പുവിൻ്റെ വില കഴിഞ്ഞ കുറേ നാളുകളായി 250-ൽ തന്നെ തുടരുന്നു. മലഞ്ചരക്ക് വിപണി വരും ദിവസങ്ങളിൽ പൊതുവെ സ്റ്റഡിയായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് സൂചന. വെളിച്ചെണ്ണ കൊപ്ര വിപണിയിലും ഈ ആഴ്ച വിലമാറ്റം രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിച്ചെണ്ണയ്ക്കും കൊപ്രയ്ക്കും വില കുറഞ്ഞിരിക്കുകയാണ് ഈ ആഴ്ച. വെളിച്ചെണ്ണ ക്വിൻ്റലിന് ഒരു ആഴ്ചയ്ക്കിടെ 25 രൂപയാണ് കുറഞ്ഞത്. തിങ്കളാഴ്ച വിപണി ആരംഭിക്കുമ്പോൾ വെളിച്ചെണ്ണ ക്വിൻ്റലിന് 5900 രൂപയായിരുന്നു. എന്നാൽ അത് വാരാന്ത്യത്തിൽ 5875 രൂപയായി കുറഞ്ഞിരിക്കുന്നു. കൊപ്ര ക്വിൻ്റലിന് 3975 രൂപയായിരുന്നു തിങ്കളാഴ്ചയിലെ നിരക്ക്. വാരാന്ത്യത്തിൽ അത് 3960 രൂപയായി. 15 രൂപയാണ് ഒരാഴ്ചയ്ക്കിടെ ക്വിൻ്റലിന് കൊപ്രയ്ക്ക് കുറഞ്ഞിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വെളിച്ചെണ്ണയുടെയും കൊപ്രയുടെ വില അല്പം താഴാനാണ് സാധ്യത. സ്വർണ്ണവിലയിലും ഈ ആഴ്ച വിലമാറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണം ഗ്രാമിന് 1143 രൂപയായിരുന്നു തൃശ്ശൂരിൽ തിങ്കളാഴ്ചയിലെ നിരക്ക്. ഇത് വാരാന്ത്യത്തിൽ 1153 രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ്. ഗ്രാമിന് 10 രൂപയുടെ വർധനയാണ് സ്വർണത്തിനുണ്ടായത്. വീണ്ടും ഒരു വിലയിൽ കുതിച്ചുകയറ്റം സ്വർണ്ണവിപണിയിൽ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് വ്യാപാരികൾ. കമ്പോളം അവലോകനം ചെയ്തത് തൃശ്ശൂരിൽ നിന്ന് നിഖിൽ ഡേവിസ്. മണികിലക്കം വീണ്ടും അടുത്ത ശനിയാഴ്ച. മനോരമ ന്യൂസിൽ വാർത്തകൾ തുടരും.